ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് ഒരു കിഡിലൻ ലിവർ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് വാങ്ങുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ലിവറാണിത്, സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ, ഇത് മാത്രമായിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, അതിന് മാത്രം പാകത്തിനുള്ള ഉപ്പും, പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടികൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഇതൊന്ന് മസാല പിടിക്കുന്ന പരുവാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി തന്നെ വെക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ സഡനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഒന്ന് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി കുരുമുളകും അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിടിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടേസ്റ്റിന് വലിയ വേരിയേഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെറും ഈ 3 ഐറ്റം എടുത്ത് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി പരിപാടികൾ എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എണ്ണ, നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം, ആവശ്യത്തിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഒക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചില ആളുകൾക്കൊക്കെ എണ്ണ അധികം പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് മാത്രം അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അത്ര നന്നായി അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കി മാത്രം ഇടാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി എന്ന് പറയുമ്പം ഒരു 6-7 എണ്ണം അത്ര മാത്രം, കുറച്ച് വലിപ്പമുള്ളതായിരുന്നു. അപ്പോൾ അത് നെടുകെ കീറിയിട്ട് അത് കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈയിന് അല്ലെങ്കിൽ ഈ റോസ്റ്റിന് അടുത്ത അടിപൊളി ഐറ്റമാണ് നമ്മുടെ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പച്ചമുളകല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നല്ല തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ്, അതായത് വലിയൊരു വലിയ ഉള്ളി അത്ര എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത് ചെറുതാണെങ്കിൽ അത് 2 അല്ലെങ്കിൽ 1.5 പീസൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇത് വലിയൊരു വെല്ലുള്ളി ഒറ്റൊന്ന് എടുത്തുകൊണ്ട് അത് നന്നായിട്ട് അരിഞ്ഞ് അങ്ങനെ വെച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൈ കൊണ്ട് എടുത്തതെന്ന് വേർപെടുത്തിയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു കാന്താരി ഞാൻ നേരത്തെ ചേർത്ത സമയത്ത് ചെറുതായിട്ട് കത്തി കൊണ്ട് ഒന്നൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. കാരണം അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പച്ചമുളകിന് പകരം ഇതാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കാന്താരിയും അതേപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടിയൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 3 ഉപയോഗിക്കുന്നതുകൊണ്ട് അവനവൻ്റെ എരിവിനനുസരിച്ച് തന്നെ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് വ്യത്യസ്തപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, എന്നാൽ നന്നായിട്ട് മയത്തിലൊന്ന് വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലിവറിൻ്റെ പീസുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും തോറും ഒരു ലേശം വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നമ്മൾ അഡീഷണലായിട്ട് ഒരു വെള്ളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ചിക്കൻ്റെ ലിവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മസാല പറഞ്ഞാൽ നമ്മൾ പൊടികൾ ഇട്ടിട്ടില്ലെങ്കിലും അതിൽ നിലവിൽ എന്തുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളകും ഉണ്ട്, ഉപ്പും ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് ഈ ഒരു ഉള്ളിയും ഇതൊക്കെ ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും അതൊക്കെ നന്നായിട്ട് ഒന്ന് ചേർത്തതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ലിവറിൻ്റെ പോർഷനൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതൊന്നിങ്ങനെ ഹാർഡായി ചെറുതായിട്ട് ഇങ്ങനെ വരും. ഈ സമയത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ചെറിയ തീയിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. 5 മിനിറ്റാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ, കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു പീസായതുകൊണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാനൊരു വട്ടമൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതിൽ നമ്മൾ മസാലകൾ ചേർക്കണം. അതായത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗരം മസാലയുടെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
അതിന് ശേഷം നമ്മളിവിടേക്ക് അടുത്ത പൊടിയായിട്ട് എടുക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ പെരുംജീരകം മറ്റേ സാദാ ജീരകമല്ല ഉപയോഗിക്കുന്നത്, പെരുംജീരകത്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഈ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. അതല്ല അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ, കാരണം നമ്മൾ ലാസ്റ്റ് ഡ്രൈ ആയി വരുമ്പം ആ ഒരു നിറം കിട്ടാനൊക്കെ അത് ഹെൽപ്പായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എല്ലാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു അളവ് തന്നെയാണ്. അതിൽ പെരുംജീരകമൊന്നും അത്രയ്ക്ക് ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളെല്ലാം പച്ച പൊടികളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നിലവിൽ നമ്മൾ ഒഴിച്ച എണ്ണ തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് സെപ്പറേറ്റ് ഒന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ വെച്ചുകൊണ്ടാണ്, കാരണം ചെറുതായിട്ട് എണ്ണയൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്. ആ എണ്ണയിൽ തന്നെയാണ് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചേർത്തിട്ട് പിടിക്കേണ്ടത്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കേണ്ട ആവശ്യമോ തിളപ്പിക്കേണ്ട ആവശ്യമോ അങ്ങനെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതൊന്ന് കൈയെടുക്കാതെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. കാരണം ആ മസാലപ്പൊടികളുടെ ആ ഒരു നല്ലൊരു പച്ചമണമൊക്കെ പോയിട്ട് വറവിൻ്റെ ഒരു മണം നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ ചെറിയ തീയിലാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് അടിക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം, കാരണം നിങ്ങൾക്കത് എടുക്കുമ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തുള്ളിയിൽ തന്നെ ഒന്നും കൂടി മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇനി രണ്ടാമതൊരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വെള്ളത്തുള്ളിയിൽ തന്നെ ഒരു 2-3 മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി മാത്രം 1 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക. അതിനനുസരിച്ച് നമ്മളൊന്ന് അതിൻ്റെ വേവും ടേസ്റ്റും എല്ലാം നോക്കിക്കോളുക. ഈ ഒരു സമയത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് മസാലകൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അത് നന്നായി അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഉടഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളിയിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ലേശം കൂടിയിട്ട് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. എണ്ണയുടെ അളവ് കുറച്ച് വേണ്ടവർ ഇതൊന്നും യൂസ് ചെയ്യേണ്ട, രണ്ടാമത് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടാമത് ലേശം കൂടി എണ്ണ എടുത്തിട്ട് ആ ഒരു നല്ലൊരു മസാല മൊരിഞ്ഞ് കിട്ടാനും നന്നായി എനിക്ക് യോജിച്ച് കിട്ടാനൊക്കെ വേണ്ടി ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിർബന്ധമില്ല, ഒരിക്കലും ഇത് നമുക്ക് എന്താണ് ചെയ്തോളണമെന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വേണ്ട ആളുകൾ അതേപോലെ തന്നെ ചെറിയ തീയിൽ ഇളക്കി നന്നായിട്ട് എടുക്കുക. അതല്ല കുറച്ചൊന്ന് നമുക്കൊരു വെള്ളത്തിൻ്റെ അംശം ചെറിയ രീതിയിലായിരിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ അത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ലിവർ റോസ്റ്റ് എന്നോ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. എന്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെ റെയറായിട്ട് നമ്മളിപ്പോൾ ലിവർ മാത്രമായിട്ട് പോയിട്ട് വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഇറച്ചി മാത്രം വാങ്ങാൻ പോകുമ്പോൾ അതിലൊരു പീസൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ വാങ്ങുകയാണെന്ന് വെച്ചാൽ വളരെ ചിലവും കുറവാണ്. വളരെ ചിലവ് കുറവിൽ തന്നെ നമുക്കിത് കിട്ടും. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ 2 നേരത്തേക്കൊക്കെ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ്റെ ലിവർ, കാന്താരി ലിവർ ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. പറ്റാവുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.